ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടി അത് നടക്കാൻ പോവുകയാണ്. അതിന് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി റഷ്യയ്ക്ക് തിരിക്കും. മോസ്കോയിൽ എത്തുന്നത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും എന്നാണ്. നമുക്കിന്റെ ഗൗതം അനന്താനൻ വിവരങ്ങളുമായി ചേരും. ഗൗതം, ഈ ഒരു സന്ദർശനത്തിന്റെ പ്രാധാന്യം, ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് രാജ്യാന്തര തലത്തിൽ വളരെ, ഇപ്പം യുദ്ധം അല്ലെങ്കിൽ യുദ്ധഭീഷണി ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ ക്രിട്ടിക്കലായ ഒരു സമയമാണ്. ഒരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു എന്നറിയില്ല. അതുണ്ടാക്കിയ അലയൊലികൾ, അതിനുശേഷം അതേ തുടർന്ന് ഇന്ത്യക്ക് മേലുണ്ടായ സമ്മർദ്ദം, ഇന്ത്യ വേണ്ട വിധം ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ സന്തോഷം തോന്നി കേട്ടപ്പോൾ. വലിയ പരാതി, ഇന്ത്യ വേണ്ട വിധം ഇടപെടുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഒടുവിൽ ഇവർ തമ്മിലുള്ള വ്യാപാരം സ്തംഭിച്ചപ്പോൾ അവിടെ നിന്നുള്ള റഷ്യയിൽ നിന്നുള്ള ഇന്ധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രോസസ് ചെയ്ത് ഇന്ത്യ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ഉയർന്ന വിമർശനം, അതിന് നമ്മുടെ പെട്രോളിയം മന്ത്രി ശ്രീ പുരി നൽകിയ നല്ല ചൂടുള്ള മറുപടി, അതിനുശേഷം വീണ്ടും US റഷ്യ ബന്ധം വല്ലാതെ അങ്ങ് തണുത്ത്, പഴയ ഭീഷണി ഇല്ലെങ്കിൽ പോലും ഒരു ശീത യുദ്ധകാലത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ പഴയ കോൾഡ് വാർ ടൈമിലേക്ക് ഉള്ള സൂചനകൾ, അങ്ങനെ പലതരത്തിൽ. അതേസമയം ഭാരതമാകട്ടെ കുതിപ്പിന്റെ പുതിയ ട്രാജക്ടറി, പുതിയ ഓർബിറ്റ് തേടിയുള്ള പുറപ്പാടിലും. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ. ഗൗതം. ഇന്നിപ്പോൾ 11 മണിക്ക് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നും മോസ്കോയിലേക്ക് തിരിക്കുകയാണ്. 2 ദിവസമാണ് അദ്ദേഹം റഷ്യയിൽ തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ റഷ്യ യുക്രൈൻ യുദ്ധം 2022 ആരംഭിച്ചതിന് ശേഷം 2022 മാർച്ചിലാണ് ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിഭീകരമായ യുദ്ധം ആരംഭിച്ചത്. അതിപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും റഷ്യയിലേക്ക് നേരിട്ട് പോയിരുന്നില്ല. പലപ്പോഴും വിവിധ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഉച്ചകോടികളിൽ യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയുമായും അതല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായൊക്കെ പ്രധാനമന്ത്രി പല ഘട്ടങ്ങളിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യയിലേക്ക് നേരിട്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് പോകുന്നത്. 2019 അദ്ദേഹം അവസാനമായി നേരിട്ട് റഷ്യയിലേക്ക് പോയത്. അന്നും ഇദ്ദേഹം ഇപ്പോൾ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിയാണ്. 2000 മുതൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധവും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ മേഖലയിലെ ബന്ധവുമൊക്കെ കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് 2000-ൽ AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വാർഷിക ഉച്ചകോടി നടത്തണം എന്നത് സംബന്ധിച്ചുള്ള ധാരണ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായത്. അതിനുശേഷം പിന്നീട് ഇതിപ്പോൾ 22ാമത്തെ വാർഷിക ഉച്ചകോടിയാണ്. ഏറ്റവും ഒടുവിലത്തേത് നടന്നത് ഇന്ത്യയിൽ ആയിരുന്നു. അന്ന് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ഇതിപ്പോൾ 22ാമത്തെ വാർഷിക ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു എന്നതും വളരെയധികം ശ്രദ്ധേയമായ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് അതാണ്. എന്തായാലും 11 മണിക്ക് അദ്ദേഹം ഇവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് യാത്ര തിരിക്കും. ഇന്നിപ്പോൾ റഷ്യയിൽ അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് അത്താഴ വിരുന്നാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതല്ലാതെ ഇന്ന് മോസ്കോയിൽ പ്രധാനമന്ത്രിക്ക് മറ്റ് പരിപാടികളൊന്നും തന്നെ ഇല്ല. നാളെയാണ് ഈ വാർഷിക ഉച്ചകോടി നടക്കുന്നത്. ഒപ്പം റഷ്യയിലെ ഭാരതീയ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴെല്ലാം മുൻ പ്രധാനമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ശൈലി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ട്. അദ്ദേഹം ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചാലും അവിടെയെല്ലാം ഇന്ത്യൻ സമൂഹത്തെ കാണുകയും അവരെ കേൾക്കുകയും ചെയ്യും. എന്നാലും റഷ്യയിലും അതിന് മാറ്റമില്ല. നാളെ അദ്ദേഹം റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ കാണുന്നുണ്ട്, അവിടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തെ റഷ്യ സന്ദർശനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി ഈ വ്യാപാര കരാർ നിലവിൽ നിലനിൽക്കുന്ന കരാർ അത് കൂടുതൽ ഊഷ്മളമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒപ്പം പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ എങ്ങനെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഊഷ്മളമാക്കാം, ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാകും പ്രധാനമായും ഈ ഉച്ചകോടിയിൽ നടക്കുക. 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മോസ്കോയിൽ നിന്നും ഓസ്ട്രിയയിലേക്ക് കൂടി പോകുന്നുണ്ട്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ പ്രധാനമന്ത്രി അവിടെ ഓസ്ട്രിയൻ പ്രസിഡന്റുമായും അതോടൊപ്പം തന്നെ അവിടുത്തെ ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തും. ഏതാണ്ട് 4
പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ് എന്നൊരു സവിശേഷതയുണ്ട്. ഓസ്ട്രിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും വിയന്നയിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. അങ്ങനെ റഷ്യ സന്ദർശനം 2 ദിവസം, അതിനുശേഷം ഓസ്ട്രിയ സന്ദർശനവും കഴിഞ്ഞ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. ശരി ഗൗതം.